ചോദ്യം നമ്പർ 33 ശ്രീ പി നന്ദകുമാർ, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. യെസ് മിനിസ്റ്റർ. സർ, സംസ്ഥാനത്തിൻ്റെ റവന്യൂ വരുമാനത്തിൽ പ്രധാന സ്രോതസ്സാണ് കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതം. ഓരോ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അവാർഡ് വരുമ്പോഴും കേന്ദ്ര നികുതി വരുമാനത്തിൻ്റെ ഡിവിസിബിൾ പൂളിൽ നിന്നും കേരളത്തിനുള്ള വിഹിതം കുറഞ്ഞു വരികയാണ്. 10ാം ധനകാര്യ കമ്മീഷനിൽ 3.88% നികുതി 15ാം ധനകാര്യ കമ്മീഷനിൽ 1.925% കുറഞ്ഞിട്ടുണ്ട്. ഇതിലൂടെ 10,000 കോടി രൂപയുടെ കുറവാണ് കേരളത്തിൻ്റെ വരുമാനത്തിൽ വർഷം തോറും ഉണ്ടാകുന്നത്. 12ാം ധനകാര്യ കമ്മീഷനുമായി താരതമ്യം ചെയ്യുമ്പോൾ 15ാം ധനകാര്യ കമ്മീഷൻ കാലയളവിൽ തദ്ദേശ ഗ്രാൻഡിലുള്ള വിഹിതത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് കേരളത്തിനായിരുന്നു. ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമബംഗാൾ, രാജസ്ഥാൻ തുടങ്ങി 20ഓളം സംസ്ഥാനങ്ങൾക്ക് വിഹിതത്തിൽ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. നികുതി വിഹിതം ലഭിക്കുന്നതിൽ കാലതാമസം ഉണ്ടാവാറില്ല. എന്നാൽ ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുള്ള മറ്റ് ഗ്രാൻറ്റുകൾ ലഭിക്കുന്നതിൽ വിവിധ മാനദണ്ഡങ്ങൾ നിഷ്കർഷിച്ചിട്ടുള്ളതിനാൽ കാലതാമസം നേരിടുന്നുണ്ട്. 10ാം ധനകാര്യ കമ്മീഷൻ മുതൽ 15ാം ധനകാര്യ കമ്മീഷൻ വരെ ഡിവിസിബിൾ പൂളിൽ നിന്നും കേരളത്തിന് ശുപാർശ ചെയ്ത വിഹിതം ശതമാനക്കണക്കിൽ കൊടുത്തിരിക്കുന്നു. സാർ, ഇത് പ്രധാനപ്പെട്ടാണ് സാർ. 10ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് കേരളത്തിന് ലഭിച്ച വിഹിതം 3.88% 11-ൽ അത് 3.06 12-ൽ അത് 2.67 13-ൽ 2.34 15ാം ധനകാര്യ കമ്മീഷൻ 14ാം ധനകാര്യ കമ്മീഷൻ സമയത്ത് 2.5 എന്നാൽ 15ാം ധനകാര്യ കമ്മീഷൻ്റെ തൊട്ട് മുമ്പ് ഒരു വർഷത്തേക്കുള്ളൊരു ധനകാര്യ കമ്മീഷൻ്റെ ഭാഗം ഉണ്ടായിരുന്നു. അത് 1.94 ഇപ്പോൾ 1.925 സാർ, ഈ തരത്തിലുള്ള കുറവാണ് വന്നത് സാർ. വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലായി 2025 സെപ്റ്റംബർ മാസം വരെ കേന്ദ്ര സർക്കാരിൽ നിന്നും 5,650 കോടി രൂപ നമുക്ക് ലഭിക്കാനുണ്ട്. അതിൻ്റെ വിശദമായ ലിസ്റ്റ് ഇതിലുണ്ട്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കാര്യത്തിനകത്ത് നമ്മൾ ബന്ധപ്പെടുകയും ഉദ്യോഗസ്ഥന്മാർ പോവുകയും മന്ത്രിമാർ തന്നെ ഇക്കാര്യത്തിനകത്ത് നേരിട്ട് അവരെ കേന്ദ്ര മന്ത്രിമാരെ കാണുകയും ചെയ്തിട്ടുണ്ട്. ആശയവിനിമയം നടക്കുന്നുണ്ട്. സാർ, ജനസംഖ്യാ നിയന്ത്രണ നടപടികൾ കാര്യക്ഷമമായി നടപ്പാക്കിയത് വികസന നേട്ടങ്ങൾ ആർജിച്ചതും കേന്ദ്ര ഡിവിസിബിൾ പൂളിൽ നിന്നും കേരളത്തിന് ലഭിക്കേണ്ട നികുതി വിഹിതം കുറയുന്നതിന് കാരണമാകുന്ന സ്ഥിതിയുണ്ട്. സാർ, ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ വെർട്ടിക്കൽ ഫിസ്ക്കൽ ഇംബാലൻസ് പരിഹരിക്കുന്നതിനായി ഡിവിസിബിൾ പൂളിൻ്റെ ഏറ്റവും കുറഞ്ഞത് 50%, ആകെ കേന്ദ്രത്തിന് കിട്ടുന്ന താഴോട്ട് കൊടുക്കാവുന്ന വരുമാനത്തിൻ്റെ 50% സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കണമെന്നുള്ള വ്യക്തമായ വാദങ്ങളും മറ്റ് സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതത്തിൽ കാര്യമായ മാറ്റം വരാത്ത വിധവും കേരളത്തിന് മെച്ചപ്പെട്ട വിഹിതം ലഭിക്കുന്നതിനായി സംസ്ഥാനങ്ങൾക്കിടയിലുള്ള തിരശ്ചീന നികുതി വിഭജനത്തിനായി ഹൊറിസോണ്ടൽ ഡെവല്യൂഷന് സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നിവേദനം 16ാം ധനകാര്യ കമ്മീഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് വരാൻ പോകുന്നേ ഉള്ളൂ. അത് കൊടുത്തു കഴിഞ്ഞെങ്കിലും അത് അനൗൺസ് ചെയ്തിട്ടില്ല. സാർ, 2024-25 സാമ്പത്തിക വർഷത്തിൽ, ഞാൻ എല്ലാം വായിക്കുന്നില്ല, 24-25 സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്തിൻ്റെ ആകെ വരുമാനത്തിൻ്റെ 75% തനത് നികുതിയേതര വരുമാനത്തിൽ നിന്നായിരുന്നു. അപ്പോൾ ഈ തരത്തിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാളും വ്യത്യസ്തമായി ഈ തരത്തിലുള്ള വ്യത്യാസം വരുന്നുണ്ട്. ഇത് നമ്മുടെ സാമ്പത്തിക രംഗത്ത് നമ്മളെ ശ്വാസം മുട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. സാർ, എങ്കിലും നമ്മൾ 2021 38.47% കടബാധ്യത ആഭ്യന്തര ഉൽപ്പാദന അനുപാതവുമായി ബന്ധപ്പെട്ട്. 24-25 അത് 34.87% താഴ്ന്നിട്ടുണ്ട്. CNDIയുടെ സ്റ്റേറ്റ് ഫിനാൻസ് 22-23 റിപ്പോർട്ട് പ്രകാരം പബ്ലിക് ഡെറ്റ് GSDPയുടെ 24.71%. കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനം 2015-16 5.61 ലക്ഷം കോടിയായിരുന്നു. 24-25 12.49 ലക്ഷം കോടിയായി വർദ്ധിച്ചിട്ടുണ്ട്. ശരാശരി 12% സാമ്പത്തിക വളർച്ച നമുക്ക് സാധിക്കുന്നുണ്ട്. ആളോഹരി വരുമാനം 2016 1,64,554 രൂപയിൽ നിന്നും 2024 3,17,723 രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. സാർ, കേരളത്തിൻ്റെ ധനമാനേജ്മെൻറ്റ് മെച്ചപ്പെട്ട നിലയിലാണെന്ന് RBIയുടെ 2024-25 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റുകളെ സംബന്ധിച്ച റിപ്പോർട്ടും CNDIയുടെ 2023-24 സാമ്പത്തിക വർഷത്തെ സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് ഫൈനാൻസ് ഓഡിറ്റ് റിപ്പോർട്ടും സൂചിപ്പിക്കുന്നു. ശ്രീ പി നന്ദകുമാർ. സർ, കേന്ദ്ര സർക്കാർ കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം തരാതെ ബുദ്ധിമുട്ടിക്കുമ്പോഴും കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സർക്കാരിനെയും ധനകാര്യമന്ത്രിയെയും ഞാൻ അഭിനന്ദിക്കുന്നു. സർ, എൻ്റെ ചോദ്യം, BJP അനുകൂല സർക്കാരുകൾക്ക് കേന്ദ്ര സർക്കാർ അവിഹിതമായ സഹായം നൽകുന്ന കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സാമ്പത്തിക ഉപരോധം കാരണമുണ്ടായ പ്രതിസന്ധി വിശദീകരിക്കാമോ? യെസ് മിനിസ്റ്റർ. സാർ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളോട് വ്യത്യസ്തമായ സമീപനമാണ് എടുക്കുന്നതെന്നുള്ള പരാതി വിവിധ സംസ്ഥാനങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് ഞങ്ങൾ കഴിഞ്ഞ GST കൗൺസിലിൻ്റെ പുതിയ റേറ്റ് റാഷണലൈസേഷന് മുമ്പ് ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങൾ, പ്രതിപക്ഷ സംസ്ഥാനങ്ങളാണ് ഒരു യോഗം ചേർന്നിരുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാരും അതിലുണ്ടായിരുന്നു. ഒറ്റ അഭിപ്രായം തന്നെയാണ് അവിടെ ഈ സമിതികൾ ഞങ്ങൾ പറഞ്ഞത്. റേറ്റ് റാഷണലൈസേഷനും മറ്റുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ 8,000-ഓളം കോടി രൂപ അടുത്ത വർഷം സാമ്പത്തിക വർഷം കേരളത്തിന് മാത്രം നഷ്ടപ്പെടും. ഇത് നമുക്ക് പരിഹരിക്കാൻ വേണ്ടി കോമ്പൻസേഷൻ വേണം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും സാർ ഒരേ രീതിയിലല്ല വരുമാനം കിട്ടുന്നത്. സാർ, നേരത്തെ ധനകാര്യ കമ്മീഷൻ
വിഹിതം ഓരോ സംസ്ഥാനത്തിന് കൊടുക്കുമ്പം കേരളം, ആസാം, ജാർഖണ്ഡ്, ഒറീസ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഒരേ പെർസെൻറ്റേജാണ് കിട്ടിയിരുന്നത് സാർ. ഒരു 3.5% സാർ. ഇപ്പോൾ കേരളത്തിന് 1.9% കിട്ടുമ്പോൾ ആ സംസ്ഥാനങ്ങൾക്ക് അത് തന്നെ കിട്ടുന്നുണ്ട് സാർ. ഈ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതിന് ഞങ്ങളാരും എതിരല്ല സാർ. സംസ്ഥാനങ്ങൾക്കെല്ലാം കൊടുക്കണം. ഇന്ത്യയുടെ ആകെ റവന്യൂ ചെലവ്, കേരളത്തിൻ്റെ ആകെ റവന്യൂ വരുമാനത്തിൻ്റെ 75% നമ്മൾ തന്നെ കണ്ടെത്തേണ്ട സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്നാൽ ഇന്ത്യ ശരാശരിയിലെ റവന്യൂ ഓരോ സംസ്ഥാനത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ 53% വരെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നുള്ള ട്രാൻസ്ഫേഴ്സ് ആണ് സാർ. അപ്പോൾ ഈ തരത്തിലുള്ള വ്യത്യാസം സംസ്ഥാനങ്ങളോട് വരുന്നുണ്ട്. ആ പ്രശ്നം ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാർ. സുപ്രീം കോടതി വരെ കേസിന് പോകേണ്ടി വന്നത് അതുകൊണ്ട് തന്നെയാണ് സാർ. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സമീപനം സംസ്ഥാനത്തെ ജനങ്ങൾക്ക് കിട്ടേണ്ടത് ഗവൺമെൻറ്റിനല്ല സാർ, ഗവൺമെൻറ്റിനോ ഒരു മുന്നണിക്കോ അല്ല സാർ. സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട പണം കൃത്യമായി കിട്ടുന്നില്ല എന്നുള്ളത് ഒരു 2.5 ലക്ഷം കോടിയോളം കഴിഞ്ഞ 5 വർഷം കൊണ്ട് മാത്രം നമുക്ക് കിട്ടേണ്ട പണം കിട്ടാതിരുന്നു എന്നുള്ള പ്രശ്നം സുപ്രീം കോടതി വരെ പോയിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് സാർ. ബഹുമാനപ്പെട്ട ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലും ഈ ഫിസ്ക്കൽ ഫെഡറലിസത്തിൻ്റെ ഇഷ്യൂ വളരെ ഗൗരവമായിട്ട് ഉന്നയിച്ചിരുന്നു. അദ്ദേഹം ആ ഭാഗം വായിക്കാതിരുന്നു. പിന്നീട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് കൂട്ടിച്ചേർത്തത് നമ്മുടെ സഭ ശ്രദ്ധിച്ചതും അംഗീകരിച്ചതാണല്ലോ സാർ. ഇതാണ് കേരളക്കാരത്തിന് വേണ്ടി വലിയ പ്രവർത്തനം നടത്തുന്നുണ്ട് സാർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രയാസം തരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ എന്തെല്ലാം നടപടികളാണ് കൈക്കൊള്ളുന്നത്? യെസ് മിനിസ്റ്റർ. സാർ, ഞാൻ തൊട്ടു മുമ്പത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ പ്രശ്നങ്ങൾ സംസ്ഥാനത്തിൻ്റെ ദൈനംദിന സാമ്പത്തിക കാര്യങ്ങളെ ബാധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് കീഴടങ്ങുകയോ ഏതെങ്കിലും പ്രവർത്തന ചെലവുകൾ നിർത്തിവെക്കുകയോ പദ്ധതികൾ നിർത്തിവെക്കുകയോ അല്ല സാർ കേരളം ചെയ്തിട്ടുള്ളത്. അത് കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കണക്കുണ്ട് സാർ. കഴിഞ്ഞ 10, 20, 30 വർഷത്തെ അല്ലെങ്കിൽ 50 വർഷത്തെ കണക്കെടുത്താൽ ഓരോ ഘട്ടത്തിലും ഉണ്ടാവുന്ന ചെലവുകളുടെ വളർച്ച അതിൻ്റെ തോതിൽ നിന്നൊട്ടും പുറകോട്ട് പോകാതാണ് സാർ ഇപ്പോഴും നമ്മൾ നടത്തിയിട്ടുള്ളത്. സാർ, ഇപ്പോൾ തൊട്ട് 2 ഗവൺമെൻറ്റുകളുടെ കാര്യം എടുത്താൽ തൊട്ട് മുമ്പത്തെ 1-ാം പിണറായി സർക്കാർ ഒരു വർഷം ചിലവാക്കിയത് 1,17,000 കോടി രൂപയാണ്. 1,17,000 കോടിയാണ് ശരാശരി ഒരു വർഷത്തെ ചിലവെങ്കിൽ ഇത്രയും കട്ടിങ് 2.5 ലക്ഷത്തോളം കോടി രൂപയുടെ കട്ടിങ് വന്നിട്ടും നമ്മൾ ആ ചിലവിൻ്റെ കാര്യത്തിനകത്ത് 1,70,000 കോടിയിലധികം ഒരു വർഷം എന്ന നിലയിലേക്ക് നമുക്ക് ആവറേജ് എക്സ്പെൻഡിച്ചർ എത്തിക്കാൻ പറ്റി. അത് സാർ ഇത്രയും കട്ടിങ് ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഒരു 10,000-50,000 കോടി രൂപയെങ്കിലും നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എത്രത്തോളം മാറ്റം ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ പരിഹരിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക രംഗത്തെ എല്ലാവരും ചേർന്ന് തന്നെ നമ്മുടെ നാടിന് എല്ലാവരുടെയും പിന്തുണ അതിനകത്തുണ്ട്. നമ്മുടെ നികുതി കൂട്ടാൻ പറ്റില്ല സാർ, പക്ഷേ നികുതി കൃത്യമായി കളക്ട് ചെയ്യുക. എക്കണോമിക് ഗ്രോത്ത്, ഇപ്പോൾ വ്യവസായം ഉൾപ്പെടെ എല്ലാ മേഖലയിലും കാർഷിക മേഖലയിലൊക്കെ ഗ്രോത്തിൻ്റെ കണക്കുകൾ വരുന്നുണ്ട്. എല്ലാ മേഖലയിലും വരുന്ന ഗ്രോത്ത് വഴി ആണ് സാർ നമ്മൾ നേരിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തകർന്നു പോകുന്നുള്ള സ്ഥിതിയിലേക്ക് എത്തിച്ച ഒരവസ്ഥയിൽ നിന്ന് കേന്ദ്രത്തിൻ്റെ നിലപാട് കാരണം നമ്മൾ തകരാതെ പിടിച്ചു നിന്ന് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് സാർ. ഇന്നിപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ചുള്ള എക്കണോമിക് സർവേയുടെ റിപ്പോർട്ടും ഒക്കെ ഇവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദമായി പറയുന്നുണ്ട് സാർ. ശ്രീ IB സതീഷ്. സാർ, ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് കേന്ദ്ര സർക്കാർ ഒരിക്കലും പ്രകടമാക്കാൻ പറ്റാത്ത പകയും വിവേചനവും കേരളത്തോട് കാണിക്കുകയാണ്. വിധവാ പെൻഷൻ ഉൾപ്പെടെയുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്ക് നൽകേണ്ട കേന്ദ്രവിഹിതം നൽകുന്നില്ല. നാഷണൽ ഹെൽത്ത് മിഷൻ വഴി സംസ്ഥാനത്തിന് ലഭ്യമാകേണ്ട തുക നൽകുന്നില്ല. അതുവഴി ആരോഗ്യ പ്രവർത്തകർക്കും ഡോക്ടർമാർക്കും വേതനം നൽകാനാകാത്ത സ്ഥിതിവിശേഷമുണ്ട്. ഈ സാഹചര്യത്തിൽ ഏൽക്കേണ്ടി വരുന്ന അധിക ഭാരം എങ്ങനെയാണ് മറികടക്കാനാവുക? മിനിസ്റ്റർ. സാർ, ഈ അധിക ഭാരം ധാരാളം ഉണ്ടാവുമെന്ന് മാത്രമല്ല, ഞാൻ ഈ വർഷത്തെ കണക്ക് തന്നെ പറഞ്ഞു സാർ. 5,600 ചില്ലാനും കോടി രൂപ ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ട് നമുക്ക് വിവിധ പിന്നെ ഈ കേന്ദ്രവും സംസ്ഥാനവും ചേർന്നുള്ള പദ്ധതികളിൽ കേന്ദ്രവിഹിതമായി കിട്ടാനുള്ളത് നമുക്ക് പെൻഡിങ് ആണ്. നമുക്കാണെങ്കിൽ ഫീസൊന്നും വർദ്ധിപ്പിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ടാക്സ് ഒന്നും വർദ്ധിപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ GST ഉൾപ്പെടെ എല്ലാം തീരുമാനിക്കുന്നത് കൗൺസിലാണ്, സെൻട്രൽ ഗവൺമെൻറ്റാണ് മുൻകൈ. മദ്യവും പെട്രോളുമാണ് ആകെ. അത് നമുക്ക് കൂട്ടാൻ പറ്റുന്നില്ല നമ്മൾ എടുക്കുന്നില്ല. കാരണം മദ്യത്തിന് വില കൂട്ടിയാൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വർദ്ധിക്കും. അതുകൊണ്ട് നിലവിലുള്ളതിനെ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് പോകുന്നത്. അതിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ എല്ലാ തരത്തിലും ശ്രമിക്കുന്നുണ്ട് സാർ. വളരെ ഒപ്റ്റിമൈസ് ചെയ്ത് സാമ്പത്തികമായിട്ട് കൃത്യമായ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാനാണ്. ഒരു കാര്യത്തിലും കുറവ് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാ മേഖലയിലും പണം കൂടുതൽ ചിലവാക്കാനും കൊടുക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ ആകെ സഹകരണത്തോടുകൂടി ഗവൺമെൻറ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാണ് സാർ. ശ്രീ PP സുമോദ്. സാർ, കേരളം പുരോഗതിയുടെ കാര്യത്തിൽ, സാമൂഹിക പുരോഗതിയുടെ കാര്യത്തിൽ ഒട്ടേറെ മുന്നിലാണ്. ചികിത്സാ രംഗമായാലും വിദ്യാഭ്യാസ മേഖലയായാലും ഒക്കെ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ പുരോഗതി നേടാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സൂചകങ്ങൾ മറയാക്കി കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം കേന്ദ്രം തടയുകയാണ്.
കേരളം ഉൾപ്പെടെയുള്ള BJP ഇതര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കെതിരെ അതിശക്തമായ സാമ്പത്തിക ഉപരോധം തീർക്കുന്നു. സാർ, BJP ഇതര സംസ്ഥാനങ്ങൾക്കെതിരായുള്ള സാമ്പത്തിക അടിയന്തരാവസ്ഥക്കെതിരെ ദക്ഷിണേന്ത്യൻ BJP ഇതര ധനമന്ത്രിമാരുടെ യോഗത്തിൻ്റെ പ്രാധാന്യവും അനന്തരഫലവും ഒന്ന് വിശദമാക്കുന്നു. യെസ് മിനിസ്റ്റർ. സർ, കേരളത്തിൽ നമ്മൾ ഈ ഒരു ഫിനാൻസ് മിനിസ്റ്റേഴ്സിൻ്റെ ഒരു സമ്മേളനം വിളിച്ചിരുന്നു സാർ. ഈ ധനകാര്യ കമ്മീഷൻ്റെ ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിലാണ്. മുൻപ് അതിനകത്ത് പങ്കെടുത്തത് കേരളം, കർണാടകം, തമിഴ്നാട്, പിന്നെ തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ പങ്കെടുത്തിരുന്നു. പഞ്ചാബിൽ ഇക്കാര്യത്തിനകത്ത് സഹകരിച്ചിരുന്നു. ഇങ്ങനെ ഒരുമിച്ച് ചേർന്ന് ധനകാര്യ കമ്മീഷൻ്റെ സമീപനത്തെ സംബന്ധിച്ചും ഇന്ത്യയിലെ സ്റ്റേറ്റുകളോട് തുല്യമായി ഇടപെടേണ്ട കാര്യത്തെ സംബന്ധിച്ചും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്താൻ ഫിസ്ക്കൽ ഫെഡറലിസം സംരക്ഷിക്കേണ്ട കാര്യത്തെപ്പറ്റി നല്ലൊരു സെമിനാറാണ് സാർ നടന്നത്. ഒരു ദിവസം ഈ സംസ്ഥാനത്തെ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാം വന്നിരുന്നു സാർ. അതിനകത്ത് പങ്കെടുത്ത ഒരാൾ നേരത്തെ BJPയുടെ തന്നെ കാര്യങ്ങളിൽ അഡ്വൈസറായിരുന്ന ഒരു എക്കണോമിസ്റ്റാണ്. അദ്ദേഹം കോൺഗ്രസ് ഗവൺമെൻറ്റുള്ള സമയത്തൊക്കെ അത് പ്രശസ്തനായ ഒരു വേൾഡ് ബാങ്കിലൊക്കെ ജോലി ചെയ്ത എക്കണോമിസ്റ്റാണ്, അരവിന്ദ് സുബ്രഹ്മണ്യം. അദ്ദേഹമാണ് ഈ GSTയുടെ കാര്യം വന്നപ്പോൾ അതിനകത്ത് എക്കണോമിക് അഡ്വൈസറായിട്ട് അതിനകത്ത് 14.5% റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറയുന്ന, അതായത് ആകെ 100 രൂപ കളക്ട് ചെയ്യുമ്പം 14% ടാക്സ് ആവറേജ് ആണെന്നൊക്കെയുള്ള ഫിക്സ് ചെയ്തതൊക്കെ അദ്ദേഹം ഉൾപ്പെടെ ഈ GSTയുടെയും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകൾ എത്രത്തോളം പഴയ കൺസെപ്റ്റിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു സാർ. അപ്പോൾ അങ്ങനെ നല്ലൊരു അഭിപ്രായം ഉണ്ടാക്കാനും പൊതുവിൽ ഈ ധനകാര്യമന്ത്രിമാരുടെ യോഗത്തിൻ്റെ ഭാഗമായി പിന്നീട് ധനകാര്യ കമ്മീഷന് മുന്നിൽ പിന്നീടുള്ള കാര്യങ്ങൾക്ക് നല്ലതുപോലെ ഇടപെടാനും രാജ്യത്താകെ സംസ്ഥാനങ്ങളോട് ഈ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നതിനകത്തൊരു വേർകൃത്യമുണ്ട്, ഒരു ആർബിട്രറിനെസ് ഉണ്ട് എന്ന് തോന്നിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും പറ്റിയിട്ടുണ്ട്. അതിൻ്റെ എഫക്റ്റ് കുറേശ്ശെ ഉണ്ടാവും എന്ന് തന്നെയാണ് സർ കരുതുന്നത്. ശ്രീ സേവിയർ ചിറ്റിലപ്പള്ളി. സാർ, സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്യാതെ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന യൂണിയൻ ഗവൺമെൻറ് പുതുതായി അടിച്ചേൽപ്പിച്ച നിയമം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിന് പുതുതായി രൂപപ്പെടുത്തിയ സാമ്പത്തിക ബാധ്യത എത്രയെന്ന് വ്യക്തമാക്കാം? യെസ് മിനിസ്റ്റർ. സാമ്പത്തിക ബാധ്യത സംസ്ഥാന സർക്കാരിന് അധികമായി വന്ന സാമ്പത്തിക ബാധ്യത. തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യത്തിൽ അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. അതിൻ്റെ പേര് മാറ്റി, അതിൻ്റെ ഘടന മാറ്റി, അതിൻ്റെ കൺസെപ്റ്റ് മാറ്റി. കാരണം ഇത് ഒന്നാം UPAയുടെ സമയത്ത് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയുള്ള ആ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഇടതുപക്ഷം ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളതായിരുന്നു. അത് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല UPA നേതൃത്വത്തിനല്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഗ്രാമീണ മേഖലകളിൽ 3 ലക്ഷത്തിലധികം ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന കാർഷിക പരിധിയൊക്കെ നേരിടാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് അങ്ങനൊരു നിയമം കൊണ്ടുവന്നത് MNRE. അതിപ്പോൾ ഇല്ലാതാക്കിയെന്ന് മാത്രമല്ല, ഫലത്തിൽ 60-40 എന്നൊരു കണ്ടീഷൻ കൊണ്ടുവന്നത് മാത്രമല്ല, തൊഴിൽ ദിനങ്ങൾ എത്ര വേണം, ഏതൊക്കെയാണ് അംഗീകരിക്കുന്നത് എന്നുള്ളൊരു കണ്ടീഷനോട് വെച്ചിട്ട് ഇപ്പോൾ ഉള്ളതിൻ്റെ പകുതി പോലും തൊഴിൽ കിട്ടുന്ന അവസ്ഥയില്ല. ഈ ഉള്ള ഗുണം കിട്ടിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക മേഖലയിൽ നിന്ന് ഇനിയും ഈ അഡീഷണൽ വളരെ വെട്ടിക്കുറച്ചു ഓൾറെഡി. അതിൻ്റെ മേലെ അധിക ബാധ്യത കൂടി വരുവാണ്. നമുക്കൊരു ഏറ്റവും ഇമ്മീഡിയറ്റായിട്ട് 12,000 കോടിയുടെ എങ്കിലും അധിക ബാധ്യത വരുമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് കാണുന്നത്. ഇനി എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോകുന്നത്, ഏതൊക്കെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നമുക്കിപ്പോഴും കൃത്യമായി ചിത്രം കിട്ടിയിട്ടില്ല സാർ. എന്തായാലും 8 കോടി 9 കോടി തൊഴിൽ ദിനം വരെ കിട്ടുന്ന കേരളത്തിൽ വലിയ തോതിൽ അതില്ലാതാക്കുന്നൊരു ശ്രമമാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നയം കാരണം ഉണ്ടായേക്കുന്നത്. ഇത് കേരളത്തിന് മാത്രമല്ല, ഇന്ത്യയിലെ സാധാരണ ഗ്രാമീണ പ്രദേശങ്ങളിലെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏറ്റവും സാധാരണക്കാരെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് സാർ.